സൈനിക നടപടിയേക്കാൾ ഇറാനുമായി ആണവ കരാറിലെത്താനാണ് താൻ ശ്രമിക്കുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിൽ നടന്ന 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹുവിനെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ കരാർ നടപ്പായില്ലെങ്കിൽ സൈനിക നടപടിക്ക് മടിക്കില്ലെന്നും ട്രംപ് നെതന്യാഹുവിന് ഉറപ്പ് നൽകി. ഇറാനുള്ള മുന്നറിയിപ്പ് എന്നോണം ഒരു യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ കൃത്യമായി ട്രംപിന് മുൻപാകെ അവതരിപ്പിച്ചുവെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ചർച്ച അട്ടിമറിക്കാനാണ് ഇസ്രായേൽ നീക്കമെന്ന് ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനി കുറ്റപ്പെടുത്തി. MC നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MC നാസർ, നോക്കൂ, പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനല്ല ഞങ്ങൾ ആദ്യം പോകുന്നത്. ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇറാനുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി പറയുകയാണ്. അതല്ല, അതിനപ്പുറത്തേക്ക് പോയാൽ സൈനിക നടപടിക്കും ഞങ്ങൾ മടിക്കില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു പുതിയ യുദ്ധക്കപ്പൽ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇസ്രായേലിനെ പിണക്കണ്ട, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? മഹേഷ്, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നയതന്ത്ര തലത്തിലുള്ള പരോക്ഷ ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നു. ആ ചർച്ച ഇനിയും തുടരുമെന്ന കൃത്യമായിട്ടുള്ള ഒരു സൂചനയും വ്യക്തതയുമാണ് ഇപ്പോൾ ട്രംപ് വരുത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ സൈനികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നത്. അല്പം മുമ്പാണ് ഇപ്പം നെതന്യാഹു മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഈ ഒരു കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ട്രംപിന് മുമ്പാകെ നെതന്യാഹു ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന ചർച്ച അത് ആണവ പദ്ധതിയിൽ മാത്രം പരിമിതമാകരുത്. ആണവ പദ്ധതിക്ക് അപ്പുറത്ത് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, അതോടൊപ്പം തന്നെ മേഖലയിലെ ഹൂത്തികൾ, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പ്രോക്സികൾക്ക് നൽകുന്ന പിന്തുണ, ഇതിൽ നിന്നും ഇറാൻ പിന്മാറണം. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവരണമെന്നാണ് താൻ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപ് വളരെ കൃത്യമായിട്ടുള്ള ഉപാധികൾ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കും. അത് ഇറാന് സ്വീകാര്യമല്ല എങ്കിൽ, കാരണം തനിക്കൊരു പ്രതീക്ഷയുമില്ല ചർച്ച മുന്നോട്ട് പോകുമെന്ന്, ഇനി ആ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കടുത്ത നടപടിക്ക് താൻ മുതിരുമെന്ന് ട്രംപ് തനിക്ക് ഉറപ്പ് നൽകിയെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇറാന് മുമ്പാകെ പുതിയ ഉപാധികൾ വെക്കുകയാണെങ്കിൽ ഇറാൻ അതിനോട് വഴങ്ങാനുള്ള സാധ്യത നിലവിലുള്ള സാഹചര്യത്തിൽ കുറവാണ്. കാരണം ആണവ പദ്ധതിക്കപ്പുറത്തുള്ള ഒരു പ്രശ്നവും ഒരു അജണ്ടയും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നതിന് തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകളിലേക്ക് ഉപാധികൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ട്രംപിന് ഏത് രീതിയിലുള്ള നീക്കമായിരിക്കും നടത്തേണ്ടത് എന്നതിനെ കൂടി ആശ്രയിച്ചു നിൽക്കുകയാണ് ഈ ഗൾഫ് മേഖലയുടെ നിലവിലുള്ള സംഘർഷത്തിന്റെ ഭാവി. മഹേഷ്, MC, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ച അട്ടിമറിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം എന്ന് ഇറാൻ തന്നെ ആരോപിക്കുന്നുണ്ടല്ലോ. ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാറിജാനി കുറ്റപ്പെടുത്തുന്നതായി കണ്ടു. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു ശ്രമം എന്താണ്? പശ്ചിമേഷ്യയിൽ സമാധാനം വേണ്ട എന്നുള്ള അർത്ഥത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വീണ്ടും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയാണോ? പക്ഷേ നേരത്തെ മുതൽ തന്നെ ഇസ്രായേലിൻ്റെ ഒരു നീക്കം അതാണ്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന് ചർച്ചയിലൂടെ അനുനയിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് കൂടുതൽ ശക്തമായിട്ടുള്ള ഉപരോധം, അതോടൊപ്പം തന്നെ സൈനിക നടപടികൾ ഇറാനെതിരെ നടന്നാൽ മാത്രമേ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു ഉറപ്പ് വരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ അമേരിക്ക അത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന്. ഇപ്പോൾ ഈ ആണവ പദ്ധതി തങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ് ഇറാന്റെ. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും. കാരണം പുതിയ നവീനതരം മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നാണ് നെതന്യാഹു ട്രംപിനെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കും ഇറാൻ നൽകുന്ന സഹായവും. ഈ രണ്ട് കാര്യങ്ങളിലും, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രോക്സികൾക്കുള്ള സഹായവും ഇറാൻ നിർത്തൽ ചെയ്യണം. അത് ഈ ചർച്ചയുടെ ഭാഗമാക്കണമെന്ന് നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് ഇനി ട്രംപ് സ്വീകരിക്കുമോ, അമേരിക്ക ആ ഒരു ഉപാധി കൂടി ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുമോ എന്നതാണ് ഇനി തുടർ ചർച്ചകളിൽ ഏറ്റവും പ്രധാനം. അത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ അംഗീകരിക്കാൻ ഇടയില്ല. അത്തരം ഒരു നിലപാട് ഇറാൻ വെക്കുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് നീങ്ങുക എന്നതായിരിക്കണം ഒരുപക്ഷെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംഘർഷപൂർണ്ണമായി തന്നെ തുടരുമെന്നാണ് ഈ നെതന്യാഹുവിന്റെ ഈ കൂടിക്കാഴ്ചയിലൂടെ ഏറ്റവും അവസാനം വ്യക്തമാവുന്നത്. മഹേഷ്, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.
ആണവ